UAE-യിലെ ആദ്യ യാത്രാ ട്രെയിൻ സർവീസ് തുടങ്ങി. ഫുജൈറയിൽ നിന്നും അബുദാബിയിലേക്കാണ് ഇത്തിഹാദ് ട്രെയിനിന്റെ കന്നി സർവീസ്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ നിർണായക മുഹൂർത്തമാണിത്. സുരേഷ് വെല്ലിമുറ്റം ടെലിഫോൺ ലൈനിൽ ചേർന്ന വിവരങ്ങളുമായി. സുരേഷ് വെല്ലിമുറ്റം, നമുക്ക് UAE-യെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ദുബായിയെ സംബന്ധിച്ചൊക്കെ ഓരോ കാര്യങ്ങളിലേക്ക് അവർ ചുവടുവയ്പ് നടത്തുന്നത് അതിമനോഹരമായിട്ടാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടെയുള്ളൊരു പോക്കാണ് നമുക്കറിയാം. ഈ ട്രെയിനിന്റെ കാര്യത്തിലും അതുതന്നെയല്ലേ? എന്താണ് വിശേഷങ്ങൾ? മോത്തി, തീർച്ചയായും. കാരണം രാജ്യത്തിന്റെ ചരിത്രത്തിൽ, അതോടൊപ്പം തന്നെ പൊതുഗതാഗത സംവിധാനത്തിലൊക്കെ ഒരു പുതിയ അധ്യായത്തിനാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതുവരെ രാജ്യം കാണാത്ത, അല്ലെങ്കിൽ ലോകത്തെ തന്നെ വിസ്മയിപ്പിക്കുന്ന വിധത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ആധുനിക ആഡംബര സൗകര്യങ്ങളും ഒക്കെ ഉൾച്ചേർത്തുകൊണ്ടാണ് ഇത്തരമൊരു സൗകര്യം, ഇത്തരമൊരു പുതിയ ഗതാഗത സംവിധാനം രാജ്യത്ത് യാഥാർത്ഥ്യമായിട്ടുള്ളത്. പ്രാദേശിക സമയം 5:34 ട്രെയിനിന്റെ കന്നിയാത്ര ആരംഭിച്ചത്. അത് ഫുജൈറയിൽ നിന്നുമായിരുന്നു. ഫുജൈറയിലെ ജലീലിയ സിറ്റിയിൽ നിന്നും ആരംഭിച്ച് ഇപ്പോൾ ഇനി അല്പസമയത്തിനകം ഈ ട്രെയിൻ അബുദാബിയിലെത്തും. അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ സ്റ്റേഷനിലാണ് എത്തുക. ഏതാണ്ട് 1.25 മണിക്കൂർ സമയത്തെ യാത്ര കൊണ്ടാണ് ട്രെയിൻ ഇവിടെ എത്തുന്നത്. ഏറ്റവും പ്രധാനം, നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരുന്ന ആ യാത്രാ സമയം അതാകെ ചുരുക്കി 1.25 മണിക്കൂർ കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിക്കുന്നതാണ്. രണ്ട് സ്റ്റേഷനുകൾ മാത്രമാണ് ഇന്നത്തെ കന്നിയാത്രയിലുള്ളത്. ഇനിയിപ്പോൾ അടുത്ത മാസം 30-ാം തീയതിയാണ് ദുബായിലെ സ്റ്റേഷനും അതോടൊപ്പം തന്നെ ഷാർജ, ദെയ്ദിലെ സ്റ്റേഷനും ഒക്കെ ആരംഭിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, തുടക്കത്തിൽ 3 സർവീസുകളാണ് 2 ഡയറക്ഷനിലേക്കും ഉള്ളത്. മാത്രമല്ല, ടിക്കറ്റ് നിരക്ക് 50% കുറച്ച് ആളുകളെ കൂടുതൽ ആകർഷിക്കാനും അതോടൊപ്പം തന്നെ ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു യാത്ര സമ്മാനിക്കാനും ഒക്കെയായി 50% ടിക്കറ്റ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലേക്ക് ഏതാണ്ട് 5000-ഓളം പേരാണ് ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ മെട്രോ സ്റ്റേഷനിലെത്തി നമുക്ക് അവിടെയുള്ള കിയോസ്കുകളുണ്ട്, അവിടെ നിന്നും നമുക്ക് ടിക്കറ്റുകൾ എടുക്കാം. അതോടൊപ്പം തന്നെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ടിക്കറ്റിനൊപ്പം തന്നെ എമിറേറ്റ്സ് ID-യോ അല്ലെങ്കിൽ പാസ്പോർട്ട് രേഖയോ കൈവശം വെക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. ഇനിയിപ്പോൾ ഈ ഘട്ടം ഘട്ടമായിട്ടാണ് ഇതിന്റെ പൂർണ്ണ തോതിലേക്ക് സർവീസുകൾ എത്തുക. ഏതാണ്ട് അടുത്ത മാർച്ച് 30-ഓടുകൂടി 11 സ്റ്റേഷനുകളിൽ നിന്നുമുള്ള 11 സ്റ്റേഷനുകളാണ് ആകെ ഉള്ളത്. ആ എല്ലാ സ്റ്റേഷനിൽ നിന്നും ആളുകൾക്ക് കയറാൻ കഴിയും. ശരി, സുരേഷ് വെള്ളിമുറ്റമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.